50 ഗ്രാമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. 50 ഗ്രാം 0.06 ആണ് എടുത്തത്. അത്രയും സഫ്രോൺ എടുത്തപ്പോഴാണ് അത് 0.06 ആയത്, കാരണം ഒട്ടും വെയിറ്റ് ഇല്ലല്ലോ. ഇനി നമുക്ക് ഈ ജ്യൂസ് നമ്മൾക്ക് ഇത് നന്നായിട്ട് ഇത് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ഫിൽട്ടർ ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ആ സഫ്രോണിൻ്റെ അതിലേക്ക് തന്നെ ഞാൻ ഇട്ട് വെക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് തന്നെ യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ അതങ്ങനെ ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കിത് തിക്കൺ ചെയ്തെടുക്കണം ജെല്ലിനെ. അത് നമുക്ക് 100% നാച്ചുറൽ നമുക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഗംസ് ലൈക്ക് സാന്താൻ ഗം, സോള ഗം, അതിനൊത്തിരി ഗമ്മുകളുണ്ട്, അത് വെച്ചെടുക്കാം. അല്ല നിങ്ങൾക്ക് പോളിമർ ആണെങ്കിൽ മിക്കവരുടെ കയ്യിലും കാർബോമർ എന്ന് പറയുന്നുണ്ട്. അലോവേര ജെൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ കാർബോമർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ജെല്ലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആ പ്രോസസ്സിലേക്ക് പോകാം. ഇതാണ് എൻ്റെ ഗമ്മ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓയിലി സ്കിന്നിനും അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നിനും പറ്റുന്നതാണ് ഈ ജെല്ലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓയിലി സ്കിന്നാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഗ്ലിസറിൻ യൂസ് ചെയ്യാതിരിക്കുക. പ്രപ്പനിഡോൾ 1-3 എന്ന് പറയുന്നതാണ് ഞാൻ അതിന് പകരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ സോളാഗമ്മിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഗ്ലിസറിന് പകരം ഞാൻ കുക്കുംബർ ഗ്ലിസറേറ്റാണ് ഞാൻ ഉപയോഗിച്ചത്. ഗ്ലിസറേറ്റിന് ഒന്നും കൂടി ഗുണം കൂടും. ഇനി കൊക്കോ കാപ്രിലേറ്റ് എന്ന് പറയുന്ന വളരെ തിന്നായിട്ടുള്ളൊരു ഓയിലാണ്. അതായത് കോക്കനട്ടിൻ്റെ അതിൻ്റെ ഫാറ്റെല്ലാം റിമൂവ് ചെയ്ത് വാട്ടർ പോലെയാണ് ഇതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ അത് ഒത്തിരി നല്ലതാണ്. അത് മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.